സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഷവോമിയുടെ പുതിയൊരു ഫോൺ കൂടി കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്യേണ്ടത് ഷവോമി 14 CV സിനിമാറ്റിക് വിഷൻ, അതായത് മെയിനായിട്ട് ക്യാമറ പ്രിഫറൻസ് കൊടുത്ത് ഇറക്കിയ ഒരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോൺ കൂടിയാണ് ഷവോമി 14 CV എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. 2 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് 8GB 256GB പിന്നെ ഒന്ന് 12GB 512GB വരുന്നുണ്ട്. ഇതിൽ ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 42,999 ആണ് സ്റ്റാർട്ടിങ്, അതായത് നോർമൽ പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹയർ വേരിയൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 47,999 ആയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് ICICIയുടെ 3000 രൂപയുടെ ഡിസ്കൗണ്ട് ഓഫർ കൂടി വരുന്നുണ്ട്. അത് ക്രെഡിറ്റ് കാർഡിലും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിലൊക്കെ തന്നെ എക്സ്ചേഞ്ച് ഓഫർ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് 3000 രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഓഫർ പ്രൈസിൽ ബേസ് മോഡൽ 39,999 ഹയർ വേരിയൻറ്റ് 44,999 കിട്ടുന്നതായിരിക്കും. അപ്പോൾ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 42,999 ആണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 39,999 കിട്ടുന്നതായിരിക്കും. ഇനി ബിൽഡ് ആൻഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. നമുക്കിതിൽ ഗ്ലാസ് ബിൽഡും വരുന്നുണ്ട്, വീഗൻ ലെതർ ഫിനിഷും വരുന്നുണ്ട്. അത് കളർ വേരിയൻ്റെ വ്യത്യാസത്തിലാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്. 3 കളർ വേരിയൻ്റ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക്. ഇതിൽ ഗ്രീനിലാണ് നമുക്ക് വീഗൻ ലെതർ വരുന്നത്. ബാക്കി 2ലും ഗ്ലാസ് ബാക്കാണ് വരുന്നത്. തോന്നുന്നു കറക്റ്റായിട്ട് അറിയില്ല, സോ നോക്കാം. അപ്പോൾ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണെന്ന് പറഞ്ഞു. വെയിറ്റ് എന്ന് പറഞ്ഞാൽ 178 ഗ്രാം വെയിറ്റും 7.8 mm തിക്നെസ് ആയിട്ടാണ് ഫോൺ വരുന്നത്. അതുപോലെ തന്നെ മെറ്റലിൻ്റെ ഫ്രെയിമൊക്കെ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഉഗ്രം തന്നെയാണ്. ഡിസൈനിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, അത്യാവശ്യം നല്ലൊരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. പ്രീമിയം ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. അപ്പോൾ 45,000 രൂപയുടെ ഫോണാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫോൺ വരുന്നത്. സർക്കിൾ ക്യാമറ മൊഡ്യൂളിലാണ് വരുന്നത്. അപ്പം അത് കുറച്ചും കൂടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മൊഡ്യൂൾ വരുന്നത്, സെൻട്രലായിട്ടല്ല. അതുകൊണ്ട് തന്നെ കാണാൻ അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ ഫോണിന് വരുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.55 ഇഞ്ചിൻ്റെ ഒരു AMOLED 120Hz ഒരു LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. കോഡ് കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട്. ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HDR10+ വരുന്നുണ്ട്. 3000 nitsൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് കോഡ് കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ തന്നെ. നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. യാതൊരു തരത്തിലുള്ള പോരായ്മയും ഡിസ്പ്ലേ പറ്റി പറയാനില്ല. സോ ഇറ്റ്സ് ഗുഡ്, ബെറ്റർ ആയിട്ടുള്ള നല്ല ഡിസ്പ്ലേ, ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇനി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ക്യാമറ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 15 MBയുടെ ആണ് പ്രൈമറി ക്യാമറ. അതും ലൈറ്റ് 100-800 എന്ന സെൻസറാണ് കൊടുത്തുള്ളത്. പിന്നെ 15 MBയുടെ ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. 2x ആണ് ടെലിഫോട്ടോ വരുന്നത്. അതുപോലെ തന്നെ 12 MP ഒരു അൾട്രാ വൈഡ് ക്യാമറയും റിയറിൽ വരുന്നുണ്ട്. സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 32 MP പ്രൈമറി ക്യാമറയും 32 MBയുടെ അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. സോ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് ഫ്രണ്ടിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറ നമുക്ക് കാണുന്ന സമയത്ത് സെൻട്രലായിട്ടാണല്ലോ നമ്മൾ നോർമലായിട്ടുള്ള സെൽഫി ക്യാമറ ഒക്കെ തന്നെ വരാറ്. അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു ക്യാമറ കൂടെ കൊടുക്കുന്ന സമയത്ത് ലുക്ക് ലൈക്ക് ആൻ iPhone 15 സീരീസിലൊക്കെ കണ്ടുവരുന്ന ആ രീതിയിലുള്ള ലുക്കാണ് ഈ ഒരു ഫോൺ വരുന്നത്. കോപ്പി ഇടയാണെന്നും ആരും പറയുന്നു വേണ്ട, കോപ്പി ഇടുന്ന തന്നെയല്ല. ഇത് ഡുവൽ ക്യാമറയാണ്. ഇതിൽ മറ്റേ സംഭവം സെൻസറും കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല ആ ഒരു സ്ഥലം കളഞ്ഞത്. അപ്പോൾ ക്യാമറ വരുമ്പോൾ അവിടെ ഒരു ക്യാമറ കൊടുക്കുമ്പോൾ സൈസ് വലുതായി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കോപ്പി അടിയെന്ന് ആരും ഷവോമിയെ പറയേണ്ട ആവശ്യമില്ല. അപ്പം കാണാൻ നല്ല രസമുണ്ട്. ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ ഫ്രണ്ടിലും വരുന്നുണ്ട്. നമുക്ക് റിയർ ക്യാമറയിൽ 4K 16 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഫ്രണ്ടിലാണ് നമുക്ക് 4K 13 FPS വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഫ്രണ്ട് ക്യാമറ വൈസ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ക്യാമറ ആയിരിക്കും ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിനെയും കാട്ടിയും നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ക്യാമറയെ പറ്റി അധികം ഞാൻ പറയുന്നില്ല, കാരണം ഇങ്ങനെ വെറുതെ സ്പെസിഫിക്കേഷൻ പറയുന്നതും കാട്ടുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ ക്യാമറ റിവ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ക്യാമറയെ പറ്റി ഇങ്ങനെ നിങ്ങളുടെ വളവള പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ക്യാമറ പറ്റിയാണ് അധികം പറയുന്നൊന്നുമില്ല. ഇനി പെർഫോമൻസ് പറ്റി പറയുകയാണെങ്കിൽ Qualcomm Snapdragonൻ്റെ 8s Gen 3 എന്ന പ്രോസറാണ് വരുന്നത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള പ്രോസറാണ് വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, എന്നാലും ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള പെർഫോമൻസ് കിട്ടുന്ന പ്രോസറാണ്. ഇതിൻ്റെ ഒരു ആൻറ്റു ബെഞ്ച്മാർക്ക് സ്കോർ എന്ന് പറഞ്ഞാൽ 14 ലക്ഷം 15 ലക്ഷം ആ ഒരു റേഞ്ച് ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. ഇപ്പം ഈ കഴിഞ്ഞ പോക്കോയുടെ F6 ഇറങ്ങിയ ആ ഒരു സെയിം പ്രോസർ തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അപ്പോൾ പെർഫോമൻസ് കാര്യത്തിലും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഷവോമി ഇതിൽ ചെയ്തിട്ടില്ല. പെർഫോമൻസ് വൈസും ഇറ്റ്സ് ബെറ്റർ ആണ്.
ഇനി ബാറ്ററി പറയുകയാണെങ്കിൽ 4700 mAh ബാറ്ററിയും 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട്, ഡിസ്പ്ലേ വരുന്നുണ്ട്, പെർഫോമൻസ് വരുന്നുണ്ട്, ഉഗ്രനായിട്ടുള്ള ക്യാമറ വരുന്നുണ്ട്. എസ്പെഷ്യലി ഫ്രണ്ട് ക്യാമറ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പം സെൽഫിയിൽ ഡുവൽ ക്യാമറ ഒക്കെ വരുന്നത്. അതിൻ്റെയൊക്കെ ഉപയോഗം ഉണ്ടാവുമെന്ന് അറിയില്ല. ഒരു വ്ളോഗിങ്ങിനൊക്കെ ആണെങ്കിൽ അൾട്രാ വൈഡിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അത്രയ്ക്കും നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ക്യാമറ വൈസ് ഉഗ്രനായിട്ടുള്ള ഫോണാണ്. അതുപോലെ തന്നെ ബാറ്ററിയും നല്ല ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ബാറ്ററി കുറവാണ്, കാരണം ഫോൺ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. അപ്പം 4700 കുറവാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് 40,000 രൂപയാണ് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം നല്ല വേർത്ത് ആയിട്ടുള്ള വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. പിന്നീട് യു ഐ പറയാൻ വിട്ടുപോയ കാര്യമാണ്. യു ഐ എന്ന് പറയുന്നത് ഹൈപ്പർ വോയിസ് ആണ് ഷവോമിയുടെ. എന്തുകൊണ്ടും യു ഐനും കാട്ടി ബെറ്റർ ആയിട്ടുള്ള യു ഐ തന്നെയാണ്. അത്യാവശ്യം ബ്ലോട്ട് വോയിസും കാര്യങ്ങളൊക്കെ തന്നെ ഫോൺ ഉണ്ടെങ്കിൽ പോലും MIUI പോലെ അത്രക്കൊന്നും തന്നെ ഇല്ല. ബഗ്ഗും കാര്യങ്ങളൊക്കെ തന്നെ കുറവാണ്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള യു ഐ കൂടിയാണ് ഹൈപ്പർ വോയിസ് എന്ന് പറയുന്നത്. അപ്പം അതും കൂടി ഓർക്കുക. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് തന്നെ വരുന്നത്. നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യമാണ്, സോറി. അപ്പം എല്ലാ രീതിയിലും നോക്കുന്ന സമയത്ത് ഷവോമിയുടെ ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ക്യാമറയ്ക്ക് ബെറ്റർ ആയിട്ടുള്ള ക്യാമറ ഫോണൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫൺ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.